സാബു ജോർജ്, ടി ജെ വിനോദ്, PR ശിവശങ്കർ. ടി ജെ വിനോദ് സിറ്റിംഗ് MLA. അവിടെ ആ മണ്ഡലത്തിൽ 2 CPM-കാരെ വിജയിച്ചിട്ടുള്ളൂ കേട്ടു. ഒന്ന് സെബാസ്റ്റ്യനെ, നമ്മുടെ സെബാസ്റ്റ്യൻ പോളിനെ സ്വന്തം നിർത്തിയപ്പോഴും സാനുമാഷിനെ നിർത്തിയപ്പോഴും 2 തവണ മാത്രം. മണ്ഡലത്തിന് എന്താണ് എറണാകുളത്തെ ട്രെൻഡ് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ 10,000-ലധികം വോട്ടിന് 10,970 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് എറണാകുളം. 10% വോട്ട് വ്യത്യാസമുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 13,000 വോട്ടായിട്ട് UDF വർദ്ധിപ്പിച്ചതാണ് എറണാകുളത്ത്. ടി ജെ വിനോദ് ഇക്കുറി മണ്ഡലത്തിൽ വിജയം രുചിക്കുമോ എന്നുള്ളതാണ്. നോക്കാം. LDF-ന്റെ സാബു ജോർജ്, UDF-ന്റെ ടി ജെ വിനോദ്. എറണാകുളം മണ്ഡലം UDF or LDF? എറണാകുളം UDF. PR ശിവശങ്കർ അവിടെ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് NDA ക്യാമ്പിൽ നിന്ന് പറയാം. സാബു ജോർജ് മുൻ വൈസ് ചെയർമാനാണ്. മണ്ഡലം എറണാകുളം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ. അപ്പൊ 10,970 വോട്ടുകൾ ഇക്കുറിയും ഭൂരിപക്ഷം UDF-ന് തന്നെ. ഇനിയാണ് തൃക്കാക്കരയിൽ PT-യുടെ തൃക്കാക്കരയിലേക്ക് എത്തിയാൽ സ്ഥാനാർത്ഥികളാണ് LDF-ന്റെ പുഷ്പദാസ്, UDF-ന്റെ ഉമാ തോമസ്, അഖിൽമാര കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് മത്സരിക്കുക. അപ്പോ ആർക്കാണ് ജയസാധ്യത? തർക്കമുണ്ടോ ആർക്കെങ്കിലും? തൃക്കാക്കരയിൽ ജയസാധ്യത ഒന്നും സംഭവിക്കാനില്ല. തൃക്കാക്കരയിൽ കഴിഞ്ഞ തവണ 4,00,000 വോട്ടിന്റെ 25,016 വോട്ടിന് ജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഉമാ തോമസ് ഇക്കുറിയും തൃക്കാക്കര UDF-ന് വലിയ ചർച്ചയ്ക്ക് സാധ്യതയില്ല. അടുത്ത മണ്ഡലം നോക്കാം. അടുത്തത് കുന്നത്തുനാടാണ്. കുന്നത്തുനാട് ശരിക്കും പറഞ്ഞാൽ ത്രികോണ മത്സരം എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ മാറി മറിയാനുള്ള സാധ്യത തള്ളികളെ എന്താണെന്നറിയാമോ? ഇത്തവണ ഈ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ NDA-യിൽ നിന്ന് വന്നിരിക്കുന്നത്. ബാബു ദിവാകരൻ അവിടെയുള്ള ആളല്ല. കുന്നത്തുനാട് സ്ഥാനാർത്ഥികൾ ഒന്ന് PV ശ്രീനിജൻ സിറ്റിംഗ് MLA LDF, 2 സജീന്ദ്രൻ, 3 ബാബു ദിവാകരൻ. PP സജീന്ദ്രൻ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ശേഷവും മണ്ഡലത്തിൽ തന്നെയായിരുന്നു. അതേസമയം തന്നെ പറയണം, PV ശ്രീനിജനും മണ്ഡലം നോക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ലിസ്റ്റുകളുണ്ട്. ഇതിലൊരു പ്രധാന ഘടകമാകുക അവിടെ ബാധിക്കാൻ പോകുന്ന വികസനവും ജനകീയതയും ഒന്നുമല്ല. 2020 വോട്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ആകും? 2020-ൽ ഭിന്നിപ്പ് വന്നല്ലോ. കാരണം 2020-ൽ നിന്നും എത്ര പേര് രാജിവെച്ചു. അതെ, സാബു ജേക്കബിന്റെ വലിയ എതിരാളിയാണ്. അതെ, ആരാണ് എന്നുള്ളതാണ്. സാബു ജേക്കബിന്റെ ഏറ്റവും ഫസ്റ്റ് എതിരാളി ആരാണ്, അവർക്ക് വോട്ട് കുറയും അല്ലേ? സെക്കൻഡ് എതിരാളിക്ക് വോട്ട് കിട്ടും. സാധ്യത നോക്കാം. മാത്രമല്ല അവിടെ ഈ 2 സ്ഥാനാർത്ഥികളും PV ശ്രീനിജൻ ആവട്ടെ, ഒപ്പം നമ്മുടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായ സജീന്ദ്രൻ ആവട്ടെ, VP സജീന്ദ്രൻ ആവട്ടെ, 2 പേരും പേഴ്സണലി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബാബു അത് തന്നെ. നമുക്ക് നേരിട്ട് അറിയാത്തതുകൊണ്ട് മാത്രം ഇവർ 2 പേരും നമുക്ക് പരിചയമുള്ള ടൈറ്റ് ഫൈറ്റിനുള്ള സാധ്യത അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് നിർണായകമാണ്. ജയസാധ്യത LDF or UDF? തിരിച്ചുപിടിക്കും. 2,715 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമേ LDF-നുള്ളൂ. ആ മണ്ഡലത്തിൽ ഒരു പക്ഷേ LDF-നെ മറികടന്നേക്കാം എന്നുള്ളതാണ്. പക്ഷേ സ്റ്റിൽ ഐ ബിലീവ് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിനുള്ള സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5,000-ലധികം 5,176 UDF-നുണ്ട്. ഞാൻ ഈ ട്രെൻഡിനൊപ്പമാണ്. VP സജീന്ദ്രനാണ് ഞാൻ വിചാരിക്കുന്നത്. നിലവിൽ അടുത്ത മണ്ഡലം പിറവമാണ്. പിറവത്ത് എന്തെങ്കിലും സംഭവിക്കാൻ LDF സാബു ജേക്കബ്, UDF അനൂപ് ജേക്കബ്, NDA ജിബി എബ്രഹാം. 3 പേരെയും പിറവത്ത് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അനൂപ് ജേക്കബ് നിയമസഭയിലേക്ക് പോയത്. ഇക്കുറി എന്താണ് സാധ്യതയെന്ന് നമുക്ക് നോക്കാം. 53% വോട്ടാ കഴിഞ്ഞാണ്. അതെ, ചെറിയ ശതമാനമല്ല. TM ജേക്കബിന്റെ ഒരു ലെഗസി പേരുന്ന മണ്ഡലമാണ് പിറവം മണ്ഡലം. ഇക്കുറി ആർക്ക് ജയസാധ്യത? പിറവം മണ്ഡലത്തിൽ LDF UDF അട്ടിമറിക്കുള്ള ഇനി സാധ്യത ഇല്ല. അനൂപ് ജേക്കബ് തന്നെയാണ് പിറവത്ത് ഇപ്പോഴും ജയസാധ്യതയുള്ളത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുമല്ലോ, UDF-ന്റെ ഉറച്ച 23 മണ്ഡലങ്ങളിൽ പെടുന്ന മണ്ഡലമാണ് പിറവം. നെക്സ്റ്റ് ഈസ് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിലെ കുറി നല്ല മത്സരമാണ്. ചരിത്രമാണ്. 5 വർഷത്തേക്കുള്ള ആരെടുത്തില്ല ആ മണ്ഡലം നോക്കുക. ആ മണ്ഡലത്തിൽ ജോസഫ് വാടകയ്ക്ക് മത്സരിക്കാം. മണ്ഡലം അവിടെ അവിടെ മത്സരിച്ചത് നമ്മുടെ മാത്യു കുഴൽനാട്. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭയ്ക്കുള്ളിലും നിയമസഭയ്ക്ക് പുറത്തും ഒരുപക്ഷെ ഏകാംഗ പോരാട്ടം പോലും നടത്തിയ ആളാണ്. അതെ, കസ്തൂരി രംഗൻ
കേസിലൊക്കെ തന്നെ വളരെ ശക്തമായി പോരാടി കേസിൽ പോരാടുകയും പോരാട്ടത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് വഴക്കം കേട്ടു. അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം നിയമസഭയിൽ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് ബാക്കി UDF-ലെ MLA-മാരിൽ പലരും പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടില്ലായിരുന്നു. ചിലപ്പോൾ പാർട്ടി അറിയാതെ സ്വയം ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ NDA-യുടെ സണ്ണി കടുത്താഴെ ജയസാധ്യതയാർക്ക് മൂവാറ്റുപുഴയിൽ ഇക്കുറിയും മാത്യു കുഴൽനാടൻ കയറി വരുമോ? അതായത് മാത്യു കുഴൽനാടൻ ഒരു 2ാം ഊഴ മൂവാറ്റുപുഴ കൊടുക്കുമെന്നാണ്. പക്ഷെ എന്നരുണ്ടെ കുറച്ച് കാണേണ്ടതില്ല. അദ്ദേഹത്തിന് മണ്ഡലമാണ്, അദ്ദേഹത്തിന് വലിയ വോട്ട് അവിടെയുണ്ട്. പക്ഷെ ജയിക്കുന്ന കുഴൽനാടൻ അതെ എന്നൊരു നല്ല ഫൈറ്ററാണ് മാത്യു കുഴൽനാടൻ. വേറെ മണ്ഡലങ്ങളിൽ കാര്യമായിട്ട് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുമില്ല. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ശ്രദ്ധിക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ. അരുണിന്റെ സാന്നിധ്യം അവിടെ ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറ്റുമോ? കാത്തിരുന്ന് കാണാം. പക്ഷെ ഇപ്പോൾ എഡ്ജ് മാത്യു കുഴൽനാടൻ. UDF-നൊപ്പം കോതമംഗലത്തേക്ക് എത്തിയാൽ LDF-ന്റെ ആന്റണി ജോൺ, UDF-ന്റെ ഷിബു തെക്കുംപുറം, NDA-യുടെ അജി നാരായൺ എന്നാണ്. പോരാട്ടം കടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ ഈ മണ്ഡലത്തിനൊരു പ്രത്യേകത, അവിടെ നമ്മളുടെ ആന്റണി ജോൺ ഉണ്ടല്ലോ, വളരെ പോപ്പുലറാണ്. ആന്റണി ജോൺ നമ്മുടെ ഈ കൊച്ചിയിൽ മാക്സിയുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാവർക്കും വാർത്തയിലൊക്കെ കാര്യമായിട്ട് നിങ്ങൾ കാണത്തില്ല. ഒരു വന്യജീവി ശല്യം വന്നാൽ അനൂപ് ജോണി അവിടെ ഒരു ഇങ്ങനെ നിൽക്കും, ഒരു കുങ്കിയാനെ പോലെ അവിടെ ഉണ്ടാവും അല്ലേ? പക്ഷേ ഈ വന്യമൃഗശല്യം ഒരു വിഷയമാണ്. പക്ഷെ അത് നിലവിൽ അദ്ദേഹത്തിനെതിരായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. തെക്കോട്ട് നോക്കും വോട്ടർമാരെന്നാ ഞാൻ വിചാരിക്കുന്നത്. ചെറുതായിട്ട് ഞാൻ പറയുന്നത്. ഷിബുവിനെ അവിടെ നിർത്തിയ സമയത്ത് തെരുവിൽ കണ്ട അടി നമ്മൾ കണ്ടത് അതൊക്കെ ശരിയാ. അതിലും വലിയ KPCC നടന്നില്ലേ? ആര് പുറത്ത് കണ്ടില്ല, ഇത് റോഡിലാണില്ല. ഇത് നാട്ടുകാർ കണ്ടു ഷിബുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞ പ്രചാരണം എങ്ങനെയായിരുന്നു പോയത് നോക്കൂ. എന്തായാലും എനിക്ക് തോന്നുന്നത് സ്ലൈറ്റ് എഡ്ജ് അവിടെ ഞാൻ ഒട്ടും വില കുറച്ച് കാണുന്നില്ല നിലവിലുള്ള ആന്റണി ജോൺ. ഞാൻ ആന്റണി രണ്ടുപേരും ഉണ്ടല്ലോ, രണ്ടുപേരും കഴിഞ്ഞ 5 വർഷം അവിടെ തന്നെ ട്രെൻഡ് നോക്കാം. നിലവിൽ ഒപ്പത്തോടൊപ്പമാണോ അതല്ല ആന്റണി ജോൺ ആണോ? പോരാട്ടം LDF-നും UDF-നും ഒരേപോലെ ജയസാധ്യത, ഒപ്പത്തിനൊപ്പം. ഞാൻ പക്ഷേ ഇപ്പോഴും ആന്റണി ജോണിനോട് സോ എനിക്ക് തോന്നുന്നു ഒപ്പം ഈ ഒപ്പത്തിനൊപ്പമാണ് നമ്മുടെ പോളിലും. ഞാൻ 50-50 UDF-ന് സ്ലൈറ്റ് എഡ്ജ്. എറണാകുളം ജില്ലയിലെ നമ്മുടെ മൊത്തം ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ UDF ഇക്കുറി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ജില്ലയാണ്. ഇപ്പോഴും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. മേൽക്കൈ അതേപോലെ നിലനിർത്തും. മേൽക്കൈ അതിനേക്കാൾ പിന്നെയും മേൽക്കൈ 9 മുതൽ 12 സീറ്റുകൾ വരെ എറണാകുളം ജില്ലയിൽ UDF നേടിയേക്കാം. 2 മുതൽ 5 സീറ്റുകൾ LDF നേടിയേക്കാം. കഴിഞ്ഞ തവണ 9 സീറ്റ് നേടി, ഇത്തവണ വർദ്ധിപ്പിച്ചു കൂടി. 9 മിനിമം 9 കിട്ടും അവർക്ക്. 12 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ളതാണ്. ഒരു വലിയ തരംഗം ഉണ്ടാവുകയാണെങ്കിൽ മൊത്തം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ പ്രശ്നം എന്താ അറിയോ? 9 സീറ്റേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. 9 സീറ്റ് ഇപ്പൊ ഉണ്ട്. 5 സീറ്റ് UDF കഴിഞ്ഞ തവണ 9 നേടിയെങ്കിൽ ഇക്കുറി 12 വരെ പോകാം. LDF 5 നേടിയെങ്കിൽ 2 വരെ താഴ്ന്നേക്കാം. 9 സീറ്റ് എന്ന് പറയുന്നത് 9 സീറ്റേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതൊരു 12 സീറ്റ് തുടങ്ങി പറയുകയാണെങ്കിൽ അപ്പുറത്തേക്ക് പോകാം. ഓക്കെ, ഇതുവരെ ഫലം പ്രവചിച്ച മണ്ഡലങ്ങളിൽ 32 മണ്ഡലങ്ങൾ അല്ലേ? ഫലപ്രവചനം വന്നതിൽ 11 മുതൽ 15 വരെ സീറ്റുകളിൽ LDF-ഉം 14 മുതൽ 18 വരെ സീറ്റുകളിൽ UDF-ഉമാണ് മുൻതൂക്കം. നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയുള്ള മണിക്കൂറുകൾ, ദിവസങ്ങൾ, നിമിഷങ്ങളൊക്കെ വളരെ നിർണായകമാണ്. അടിയൊഴുക്കുകൾ പലതും സംഭവിച്ചേക്കാം, പല വിഷയങ്ങളും വന്ന് വീണേക്കാം. ഇതൊക്കെ രാഷ്ട്രീയ സൂചനകളായി നമുക്ക് എടുക്കുകയുമാവാം.